ഹലോ ഗായ്സ്, ലെറ്റ്സ് പ്ലാൻ്റെ 16ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ എലൈറ്റർ എടുത്തുകൊടുന്ന് ഇപ്പോൾ പറഞ്ഞു തീരുന്ന ടൈം കൊണ്ട് നമുക്ക് എവിടെ വെച്ചാൽ പോയി വരാം. ഇപ്പോൾ വില്ലേജൊക്കെ പോകണമെങ്കിൽ വില്ലേജൊക്കെ പോവാം, അതല്ല നമുക്ക് അയൺ ഫാമുക്ക് പോകണമെങ്കിൽ അയൺ ഫാമുക്ക് പോവാം. ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ഏത് വേണമെങ്കിലും പോയി വരാം. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. നമ്മൾ അയൺ ഫാമൊക്കെ വർക്കിംഗ് ആണ്, എല്ലാ ഭാഗത്തും സോംബീസൊക്കെ ഉണ്ട്. ഇതവിടെ ഒരുത്തം സ്പോണായി. ഇനി കഴിഞ്ഞ എപ്പിസോഡിലിട്ട് ഡ്രിം ഉണ്ട് നമ്മളെ കയ്യിൽ. ഇതൊക്കെ ഒന്ന് നമ്മളെ എൻ്റർ ചെസ്റ്റിൽ നിന്ന് മാറ്റി വെക്കണം. അതിൽ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് 2 കിട്ടി. ഇത് നമുക്ക് നമ്മളെ ആർമർക്കൊക്കെ ഒന്ന് ആഡ് ചെയ്യണം. ഇനി കഴിഞ്ഞ എപ്പിസോഡിൽ കിട്ടിയ സാധനങ്ങൾ ഞാൻ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടില്ല. നമ്മളെ കയ്യിൽ കുറച്ച് ഡയമണ്ട്സ് കിട്ടി, ഒരു സോഡ് ഉണ്ട്, അതുപോലെ പിക്കാസ് ഉണ്ട്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ കിട്ടി. ഇനി ഇതൊക്കെ ആവശ്യമുള്ള പെട്ടിയിലൊന്ന് ആക്കി വെക്കട്ടെ. അതൊക്കെ എന്നെ സെറ്റാക്കി വെച്ച് നമ്മളെ കയ്യിൽ കുറച്ച് ഷൾക്കർ സെല്ലുണ്ട്. ഇതൊക്കെ ഒന്ന് ഷൾക്കർ ബോക്സ് ആക്കി വെക്കണം നമുക്ക്. അപ്പോൾ കുറച്ച് ചെസ്റ്റ് ഇനി ക്രാഫ്റ്റ് ചെയ്യാം. ചെസ്റ്റിന് നമ്മളെ കയ്യിൽ വുഡില്ല, അപ്പോൾ ഇവിടെ നിൽക്കുന്ന കുറച്ച് മരം നമുക്ക് മുറിച്ച് മാറ്റാം. അതതിനെ കുറച്ച് വുഡ് കിട്ടി. നമുക്ക് കുറച്ച് ചെസ്റ്റ് ആദ്യം ക്രാഫ്റ്റ് ചെയ്യണം. അങ്ങനെ 10 ചെസ്റ്റ് കിട്ടി. ഇനി നമുക്ക് ഷൾക്കർ ബോക്സ് ക്രാഫ്റ്റ് ചെയ്യാം. നമുക്ക് ഏകദേശം 89 ഷൾക്കർ ബോക്സ് കിട്ടി. ഇത് നമുക്ക് അത്യാവശ്യത്തിനുള്ള ഉണ്ട്. ഇനി ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി എൻ്റെക്ക് പോകേണ്ടി വരും. പിന്നെ നമ്മളൊരു എലൈറ്റർ എടുത്തിട്ടുള്ളൂ, ഒരു 2 എലൈറ്റർ നമുക്ക് എവിടെയെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ നോക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് എൻ്റെക്ക് പോകണം. പിന്നെ നമ്മളെ ഷൾക്കർ ബോക്സൊക്കെ നമുക്ക് എൻ്റർ ചെസ്റ്റിൽ വെക്കാം. അപ്പോൾ ഇതിൽ നിന്ന് പുറത്ത് പോകുന്നില്ല. നമുക്ക് അത്യാവശ്യം വരുമ്പോൾ ഇതിൽ നിന്ന് എടുത്താൽ മതി. ഇതാകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഏണ്ട് പോകില്ല. ഒരു ഷൾക്കർ ബോക്സ് നമുക്ക് എപ്പോഴും കയ്യിൽ വെക്കാം. ഇന്ന് നമുക്ക് ചെയ്യാനുള്ള വെച്ചാൽ അയൺ ഫാമിൽ നേരിട്ട് അയണൊക്കെ നമുക്ക് വീട്ടിൽ എത്തിക്കണം. ഞാൻ നല്ലപോലെ പറഞ്ഞുതരാം. നമുക്ക് നമ്മളെ വീടിൻ്റെ മണ്ടൊക്കെ ഒന്ന് കയറിയിരിക്കട്ടെ. കറക്റ്റായിട്ട് ലാൻഡ് ചെയ്ത്. നമ്മൾ അയൺ ഫാം ആ ഭാഗത്താണ്. അപ്പോൾ നമ്മൾ അയണൊക്കെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റിവറിൻ്റെ അടിയിൽ കൂടി ഒരു പൈപ്പ് ഇടുകയാണ്. എന്നിട്ട് നമ്മളെ സ്റ്റോറേജൊക്കെ വന്നിരിക്കും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇനി കുറച്ച് ഞാൻ താഴേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞുതരാം. നമ്മളെ ഇതിൻ്റെ അടിയിൽ കൂടി ആവും പൈപ്പ് വരാൻ പോകുന്നത്. ഈ ഭാഗത്തായിട്ട് നമ്മൾ മേലേക്ക് കയറുമ്പോൾ നമ്മളെ ഈ ചെസ്റ്റിൻ്റെ ഈ ഭാഗത്തേക്ക് ഈ ചെസ്റ്റിലായിട്ടും വന്ന് കണക്ട് ചെയ്യാൻ പോണത് ആ പൈപ്പ്. അല്ലെങ്കിൽ നമുക്ക് മേലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നറിയില്ല. മേലേക്ക് എത്തിക്കാൻ പറ്റേണ്ടതല്ല, മേലേക്ക് എത്തിച്ചാൽ കുറച്ച് ബോറിംഗ് ആവും. അപ്പോൾ ഈ ഏരിയയിലാണ് സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം നമുക്ക് അയൺ ഫാമൊക്കെ ഒന്ന് പോകണം. നമ്മളങ്ങനെ അയൺ ഫാമിലെത്തി. ഇനി ഒരു ക്രീപ്പർ ഇതാ നിൽക്കുന്നത്. വെമ്മാരെ നമുക്ക് തീർക്കണം. വെമ്മാരെ അപ്പോൾ അത്യാവശ്യമായി വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ ഗൺ പൗഡർ ഇല്ല. ഉള്ള വെച്ചിട്ട് മൊത്തം നമ്മൾ റോക്കറ്റ് ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് കുറച്ചധികം ഗൺ പൗഡറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു മോബ് ഫാം പെട്ടെന്ന് ഉണ്ടാക്കണം. ഒരു അയൺഗോളൊക്കെ പുറത്ത് നിൽക്കണ്. വെമ്മാർ പുറത്ത് സ്പോണായി പിന്നെ അതിൻ്റെ അകത്ത് സ്പോൺ ആവില്ല. അപ്പോൾ പുറത്തുള്ളതിനൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കണം. എനിക്ക് തോന്നുന്നത് ഇവിടെ കുറച്ച് ഡേർട്ട് ഉണ്ട് പൊന്തി നിൽക്കുന്നത്. അപ്പോൾ ആ ഭാഗത്ത് സ്പോൺ ചെയ്താവും. വെമ്മാരെ തീർക്കട്ടെ. നമുക്കധികം ഡാമേജ് ഒന്നും എടുക്കില്ല, കാരണം നമ്മൾ നല്ല ഹാർമറാണ് ഇട്ടിരിക്കണത്. ഇതിൽ കുറച്ചായി ഇരിക്കുന്നുണ്ട്. മേലത്തെ പെട്ടിയിലൊന്നുമില്ല. ഇത് നമുക്ക് എടുക്കാം. എന്നാലും നമുക്ക് ട്രേഡ് ചെയ്യാം, യൂസ് ചെയ്യാം. വേറെ ഈ പെട്ടിക്കകത്തൊന്നുമില്ല. ഇതൊന്ന് പോയിക്കണ്ട് നമുക്ക് പെട്ടെന്ന് ട്രേഡ് ചെയ്തെടുക്കട്ടെ. അങ്ങനെ നമ്മൾ ഈ ഭാഗത്ത് എത്തി. ഏറ്റവും പുറത്ത് നിൽക്കുന്നുണ്ട്. ഇവൻ്റെയൊക്കെ തന്നെ ആദ്യം നമുക്ക് വാങ്ങാം. ഇനി ഇവന്മാരെ കയ്യിൽ നിന്നൊന്ന് ട്രേഡ് ചെയ്യട്ടെ. അങ്ങനെ നമുക്ക് കുറച്ച് എമറാൾഡ് കിട്ടി. എന്തായാലും നമുക്ക് ഈ പെട്ടിക്കകത്ത് വെക്കാം. പിന്നെ കുറച്ച് അയൺ ബാക്കിയുണ്ട്, അത് ഇതിലും വെക്കാം. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളും ഈ പെട്ടിക്കകത്ത് വെക്കാം. നമ്മുടെ ഇൻവെൻട്രി കുറച്ച് മോശമായി ഇരിക്കണത്. പിന്നെ നമുക്ക് കുറച്ചധികം സ്ലാബിൻ്റെ ആവശ്യമുണ്ട്. കുറച്ച് സ്ലാബ് നമ്മുടെ കയ്യിലുണ്ട്, കുറച്ചുകൂടി വേണം. പിന്നെ നമുക്ക് സ്റ്റോൺ യൂസ് ചെയ്യാം. സ്റ്റോൺ വെച്ചിട്ട് നമുക്ക് ബ്രിക്ക് ഉണ്ടാക്കിയതിൻ്റെ ശേഷം അത് വെച്ചിട്ട് സ്ലാബ് ഉണ്ടാക്കാം. എന്നാലും സ്ലാബ് ഒന്നും പുറത്തേക്ക് കാണാൻ പോകുന്നില്ല, എന്തായാലും അകത്താണ് വരിക. പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് അങ്ങനെ പോകുന്നില്ല. നൈറ്റായി തുടങ്ങി. നമുക്കപ്പോൾ ഉറങ്ങി വെച്ചിട്ട് ഇനി പോവാം. നമുക്ക് കുറച്ച് ഹോപ്പറിൻ്റെ ആവശ്യം വരും. ഹോപ്പറിൻ്റെ ആവശ്യം വരുമോ അറിയില്ല, എന്തായാലും നമുക്ക് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് വുഡ് നമ്മളതിൽ ആവശ്യത്തിനുള്ളതുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് എടുക്കാം. ഇനി അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ചെസ്റ്റ് ഉണ്ടാക്കാം. അതങ്ങനെ സെറ്റായി. ഇനി നമുക്ക് വേണ്ട ഹോപ്പറിന് കുറച്ച് അയണിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ അയണ് ഈ പെട്ടിക്കകത്താണ് വെച്ചത്. ഇനി ഇതിൽ നിന്ന് കുറച്ച് അയൺ നമുക്ക് എടുക്കാം.
ഇനി നമുക്ക് ഹോപ്പർ ക്രാഫ്റ്റ് ചെയ്യാം. 10 ഹോപ്പർ കിട്ടിയിരിക്കണ്, അത് മതിയാവും എന്തായാലും. ഇനി നമുക്ക് അയൺ ഫാമിൽ തന്നെ പോകണം. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത്. കാരണം എന്താ വെച്ചാൽ ഈ ഭാഗത്തുനിന്ന് നേരെ പോയാലാണ് നമ്മളെ വീടുള്ളത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ബ്ലോക്ക് നമുക്ക് മുന്നോട്ട് പോകണം. നമുക്ക് വീടിൻ്റെ അടുത്ത് എത്താനുള്ളതാണ്. ഇതങ്ങനെ നമ്മൾ കുറച്ചധികം പോകുന്നത്. നമുക്കൊന്ന് മേൽക്കൊന്ന് മൈൻഡ് ചെയ്ത് നോക്കാം. നമ്മളെ വീട് ഏകദേശം ഭാഗത്താണ് ഇരിക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട്. ബാക്കി നമുക്ക് ബ്ലോക്ക് വെച്ച് മേൽക്ക് കയറാം. പിന്നെ നമുക്കെന്തായാലും താഴ്ത്തുകാൻ വരണമല്ലോ. അപ്പോൾ ഒന്ന് ആദ്യം മേൽക്ക് കയറി നോക്കട്ടെ. നമ്മൾ ആ റിവറിലാണ് വന്ന് നിൽക്കുന്നത്. ഇനി കുറച്ചും കൂടി ആ ഭാഗത്തേക്ക് പോകാനുണ്ട്. പിന്നെ കുറച്ച് സൈഡിലേക്കാണുള്ളത്. അപ്പോൾ ഇനി താഴത്തേക്ക് പോയതിൻ്റെ ശേഷം കുറച്ചുകൂടി നമുക്ക് മുന്നോട്ട് മൈൻഡ് ചെയ്യണം. നമ്മളങ്ങനെ ഒരു റിവറിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ വന്ന് പെട്ടുകണ്. ഒന്ന് മേലേക്ക് കയറി നോക്കട്ടെ. ഈ ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ വീടുള്ളത്. ഇനി കുറച്ചും കൂടി നമ്മൾ മുന്നേക്ക് പോകുന്നത്. അപ്പോൾ കുറച്ചുകൂടി ബാക്ക് തന്നെ പോയതിൻ്റെ ശേഷം നമുക്ക് സൈഡിലേക്ക് മൈൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഈ ഏരിയക്കകത്ത് വന്ന് കറക്റ്റായിട്ട് ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ വീടുള്ളത്. നമുക്ക് കുറച്ചുകൂടി ബ്ലോക്ക് വെച്ചൊന്ന് കവർ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ കൂടി കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ബ്ലോക്ക് വെച്ചൊന്ന് കവർ ചെയ്യണം. ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കട്ടെ. അതന്നെ സെറ്റാക്കി എടുത്ത് ഇനി ഇതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. ഇനി കുറച്ച് ബ്ലോക്ക് വെച്ചതിൻ്റെ ശേഷം നമുക്കത് പൊട്ടിച്ച് മാറ്റിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് പോയിക്കോളും. ഒന്ന് ബ്ലോക്ക് വെച്ചൊന്ന് ക്ലിയർ ആക്കട്ടെ. അതന്നെ സെറ്റാക്കി എടുത്ത് നമുക്ക് മേൽക്ക് മൈൻഡ് ചെയ്ത് പോകണം നമ്മളെ വീടിൻ്റെ അടിക്ക്. അപ്പോൾ ഒന്ന് റെഡി ആക്കട്ടെ. അങ്ങനെ നമ്മൾ മേലെ ഭാഗത്ത് എത്തി. ഈ ഒരു ബ്ലോക്ക് കൂടി പൊട്ടിച്ചാൽ മതി. നമ്മൾ വീടും കഴിഞ്ഞ് കുറച്ച് മുന്നേക്ക് പോകുന്നത്. അപ്പോൾ ഏകദേശം ഈ ബ്ലോക്കായിട്ടാണ് വരിക. അപ്പോൾ ആ ബ്ലോക്കൊന്ന് മാർക്ക് ചെയ്ത് കണ്ട് നമുക്ക് ആ ചെസ്റ്റിൻ്റെ അടിയിലേക്കൊന്ന് പോകട്ടെ. നമുക്ക് ഈ ബ്ലോക്കിലായിട്ടാണ് വരേണ്ടത്. ഈ ബ്ലോക്കൊന്ന് പൊട്ടിക്കട്ടെ. കറക്റ്റായിട്ട് ഈ ഭാഗത്താണ് ചെസ്റ്റ് ഇരിക്കണത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലാണ് ഹോപ്പറും കാര്യങ്ങളൊക്കെ വരേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് റെഡിയാക്കി എടുക്കണം. നമ്മളുണ്ടാക്കിയ ആ ടണലൊന്ന് മേൽക്കെത്തിക്കട്ടെ. ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ക്ലിയർ ചെയ്ത് കണ്ട് മേൽക്ക് കൊണ്ടുവരണം. അതായിരുന്നു സെറ്റാക്കി എടുത്ത്. ഇനി ബാക്കി വരുന്ന ഈ ബ്ലോക്കിൽ നമുക്ക് വുഡിൻ്റെ സ്ലാബ് വെക്കേണ്ടി വരും. ഇനി നമുക്കൊന്നും കൂടി അയൺ ഫാമിക്ക് പോകണം. നമുക്ക് അയണൊക്കെ ഈ ഭാഗത്തേക്ക് എത്തിക്കാനുള്ള ഒരു പൈപ്പ് രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം പറ്റി. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ അയൺ ഫാം ഓട്ടോമാറ്റിക്കായിട്ട് അയൺ വരുന്ന സംഭവമൊക്കെ സെറ്റാണ്. ഈ ഭാഗത്ത് ഇങ്ങനെ നിന്നാൽ നമുക്ക് അയൺ വരുന്നത് ഒക്കെ നല്ലപോലെ കാണാം. ഈ പെട്ടിയിൽ എല്ലാം വന്നിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എന്താ ഉണ്ടായിച്ചാൽ ഞാൻ റെക്കോർഡ് ചെയ്ത ഫയലൊന്ന് ചെറുതായിട്ട് മിക്സായിപ്പോയി. ഈ ഭാഗത്ത് നമ്മൾ ഒരു പൈപ്പ് സെറ്റ് ചെയ്ത് വെച്ചിക്കണ്. അടിയിൽ സോൾട്ട് സാൻഡ് വെച്ചിക്കണ്. അപ്പോൾ നമ്മൾ ഐറ്റംസൊക്കെ മേൽക്കെത്തും. ഞാൻ ബാക്കി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ ഇതൊന്ന് ഓഫ് ആക്കട്ടെ. നമ്മൾ ഈ റെഡ് സ്റ്റോൺ ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതി. ഇതല്ല ഈ ഭാഗത്തൊന്ന് പൊട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് താനെ ഓഫാവും. ഇതെങ്ങനെ ചെയ്തു വെച്ചാൽ നമ്മൾ റിപ്പീറ്റർ വെക്കണം. ഒരു 4 റിപ്പീറ്റർ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ റെഡ് സ്റ്റോണും ഉണ്ട്. റിപ്പീറ്റർ ഇതൊക്കെ ഒരു ടിക്കന്നെ ഉള്ളൂ. ഒന്ന് മാത്രം 2 ടിക്ക് നമ്മൾ കൊടുത്തേക്കണേ. ഇത് മാത്രം 2 ടിക്ക് കൊടുത്തേക്കണേ. നമ്മൾ എന്നിട്ട് എല്ലാ ഭാഗത്തും റെഡ് സ്റ്റോൺ വെച്ചൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു റെഡ് സ്റ്റോൺ ടോർച്ചിൻ്റെ ആവശ്യമുണ്ട് നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത്. പിന്നെ ഒരു റെഡ് സ്റ്റോൺ ടോർച്ച് വെച്ച് പെട്ടെന്ന് പൊട്ടിച്ച് മാറ്റണം. ഇതുപോലെയല്ല, ഒന്ന് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒന്നുകൂടി വെച്ചതിന് ശേഷം വെച്ച് പെട്ടെന്ന് പൊട്ടിച്ച് മാറ്റുക ഇതുപോലെ. അപ്പോൾ ഇതുപോലെ റിപ്പീറ്റായി കണ്ട് ഓടിക്കൊണ്ടിരിക്കും. ഇനി നമുക്കൊരു റെഡ് സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ പെട്ടികത്തില്ല, എൻ്റെ ചെസ്റ്റിലും ഇല്ല. അപ്പോൾ നമുക്ക് ഒന്ന് വീട്ടിൽ പോയി കണ്ട് എടുത്തോണ്ടാ. അതന്നെ സെറ്റായി. ഇനി ഇതൊന്ന് ഇവിടെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഈ ഡ്രോപ്പർ വർക്ക് ചെയ്യും. ഈ ഭാഗത്ത് നമ്മൾ ഡ്രോപ്പർ വെച്ചേക്കണത്. ഐറ്റംസൊക്കെ ഈ പെട്ടിക്കകത്ത് വരും. എന്നിട്ട് ഇതിൽ നിന്ന് ഇവന് പുറത്തേക്ക് ആക്കി കൊടുക്കും. നമ്മൾ ഈ ഭാഗത്താണ് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ഇതിൽ അയൺ വന്നിരിക്കും ഏകദേശം ഇതുപോലെ. അപ്പോൾ ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ അയൺ ഈ വെള്ളത്തിൽ പോയി വെക്കും. ഞാൻ ഇറങ്ങിക്കാണ്ട് കാണിച്ചു തരാം. നമ്മൾ ടനലുണ്ടാക്കിയ ആ ഭാഗത്ത് മൊത്തം ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ എല്ലാ ഭാഗത്തും. ഇതെങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഒരു വാട്ടർ റോക്കറ്റ് നമ്മൾ ഒഴിച്ചാൽ 8 ബ്ലോക്കാണ് പോവുക. ഇത് നമ്മൾ 7ാമത്തെ ബ്ലോക്കിൽ നമ്മളൊരു സ്ലാബ് വെക്കും. അത് മേലെ ഭാഗത്താണ് വെക്കുക. അപ്പോൾ നമ്മൾ ഐറ്റംസ് ഒഴുകി വന്നാലും താഴത്തു കൂടി പോയിക്കോളും. നമ്മൾ ഏകദേശം കാണിച്ചു തരാം. നമ്മളൊരു റെഡ് സ്റ്റോണ് ഇവിടെ നിന്ന് എറിഞ്ഞു കൊടുത്താൽ ഇതുപോലെ ഒഴുകി പോവും. എല്ലാ ഭാഗത്തേക്കും
ഇതുപോലെ ഇങ്ങനെ ഒഴുകി പോവും. ഇതുപോലെ ഇങ്ങനെ പോവും. ഒന്നുകൂടി കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ ആ തല വരെ എത്തും. എന്നിട്ട് അവിടുന്ന് എന്താണ് സോൾ സാൻഡാണ് വെച്ചിരിക്കണത്. അപ്പോൾ സോൾ സാൻഡ് നമ്മൾ വെള്ളം പെട്ടെന്ന് മേലേക്ക് എത്തിക്കും. അങ്ങനെ നമ്മളെ ഐറ്റംസൊക്കെ ആ പെട്ടിക്കകത്ത് വന്നിരിക്കും. അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ചെസ്റ്റും ഹോപ്പറും ഞാൻ ചുമ്മാ വെച്ചതാണ്. നമ്മൾ ഐറ്റംസൊക്കെ ഒന്ന് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് വെച്ചതാണ്. നമുക്ക് എന്തായാലും ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമ്മളധികം ഈ ഭാഗത്തേക്കൊന്നും വരുന്നുണ്ടാവില്ല. എന്താണ് വരുന്ന ഐറ്റംസൊക്കെ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ എത്തിക്കോളും. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തേക്ക് വന്ന് നമ്മൾ പെട്ടി തുറന്ന് സാധനം എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഭാഗത്തൊന്ന് ഞാൻ താഴത്തേക്ക് ഇറങ്ങി കാണിച്ചു തരാം. ഇതാണ് നമ്മളെ സോൾ സാൻഡ് വെച്ച് ഏരിയ. ഈ ഭാഗത്ത് നമ്മൾ അതുപോലെ തന്നെ സ്ലാബ് വെച്ച് കവർ ചെയ്തേക്കണേ. ഈ ഭാഗത്ത് സോൾ സാൻഡാണ്. നമ്മളെന്തെങ്കിലും ഐറ്റംസ് ഇവിടെ വന്നിരുന്നാൽ പെട്ടെന്ന് മേൽക്ക് തന്നെ എത്തിക്കും. ഇപ്പോൾ റെഡ് സ്റ്റോൺ എറിഞ്ഞപ്പോൾ മേൽക്ക് പോയി. ഇതിപ്പോൾ ഇങ്ങോട്ട് ഒഴുക്കുണ്ടായതുകൊണ്ടാണ് ഈ ഭാഗത്തേക്ക് വന്നത്. ഇതുപോലെ മേൽക്ക് പോവും. അങ്ങനെ നമ്മൾ ഐറ്റംസൊക്കെ ഇതുപോലെ ഇങ്ങനെ വന്ന് നിൽക്കും. ഒക്കെ ഈ ഭാഗത്ത് വന്ന് നിൽക്കും. നമ്മൾ സോൾ സാൻഡ് വെച്ചുകൊണ്ട് ഒക്കെ മേൽക്ക് തന്നെ എത്തും. ഇതുപോലെ നമ്മൾ ഐറ്റംസൊക്കെ ഈ പെട്ടിക്കാരനെ വന്നിരിക്കും. നമ്മളിട്ട ഹോപ്പറും ചെസ്റ്റും അതുപോലെ റെഡ് സ്റ്റോണും ഒക്കെ ഇതിലുണ്ട്. അങ്ങനെ നമ്മൾ ഐറ്റംസൊക്കെ ഇതിൽ തന്നെ വന്നിരിക്കും. അപ്പോൾ സോറി ഗൈസ്, എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ ഫയൽ മിസ്സായതാണ്. ഇനി ഇങ്ങനെ ഉണ്ടാവാതെ ഞാൻ നോക്കിക്കൊണ്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.